സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ ജീവിതം മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ചിലർക്ക് അവരുടെ ലക്ഷ്യങ്ങളൊക്കെ കൃത്യമായി നേടാൻ കഴിയുന്നത്, എന്നാൽ മറ്റു ചിലർക്ക് അതിന് സാധിക്കാതെ വരുന്നത്? ഇതിൻ്റെ ഉത്തരം പലപ്പോഴും ഒരൊറ്റ വാക്കിലുണ്ട്: അച്ചടക്കം. ഒരു നിമിഷം ഒന്ന് സത്യസന്ധമായിട്ട് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതം ശരിക്കും ആരുടെ നിയന്ത്രണത്തിലാണ്? നിങ്ങളാണോ, അതോ കയ്യിലിരിക്കുന്ന ഫോണിൽ വരുന്ന ഒരു നോട്ടിഫിക്കേഷനാണോ നിങ്ങളുടെ ഓരോ ദിവസവും തീരുമാനിക്കുന്നത്? ശരി, അപ്പോൾ ഈ യാത്രയിൽ നമ്മൾ എന്തൊക്കെയാണ് കാണാൻ പോകുന്നതെന്ന് നോക്കാം. ഒരു സാധാരണക്കാരനെ ഒരു യഥാർത്ഥ വിജയിയിൽ നിന്ന് വേർതിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള വഴികളാണിത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. അച്ചടക്കത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ഉള്ളൊരു വലിയ തെറ്റിദ്ധാരണയുണ്ട്. അത് ആദ്യം തന്നെ നമുക്കൊന്ന് മാറ്റിമറിക്കാം. നമ്മളൊക്കെ സാധാരണയായി ചിന്തിക്കുന്നത് അച്ചടക്കം എന്നത് നമ്മളെ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന, സ്വയം നൽകുന്ന ഒരു ശിക്ഷയാണെന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ശരിക്കും പറഞ്ഞാൽ അച്ചടക്കം എന്നത് നാളത്തെ നിങ്ങൾക്കു വേണ്ടി നിങ്ങൾ ഇന്ന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ബഹുമാനമാണ്, ഒരു സമ്മാനമാണ്. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഓരോ കഠിനാധ്വാനവും നാളത്തെ നിങ്ങളുടെ ജീവിതം അടിപൊളിയാക്കാനുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റാണ്. അപ്പോൾ എന്താണ് ഈ ആത്മനിയന്ത്രണം അഥവാ സെൽഫ് ഡിസിപ്ലിൻ? വളരെ സിമ്പിളായി പറഞ്ഞാൽ, നമുക്കൊരു കാര്യം ചെയ്യാൻ ഒട്ടും മൂടില്ല, പക്ഷേ അത് ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഫീലിംഗ്സിനെയൊക്കെ മാറ്റിവെച്ച് ആ കാര്യം ചെയ്യുന്നതിനെയാണ് നമ്മൾ സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അതായത് മൂഡിനനുസരിച്ചല്ല, ലക്ഷ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുക. ശരി, അച്ചടക്കം ഇത്രയും നല്ലതാണെങ്കിൽ പിന്നെന്താ നമുക്കിത് ചെയ്യാൻ ഇത്ര പാട്, അല്ലേ? ഇത് നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഇതിന്റെ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തന രീതിയിലാണ്. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇതിൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കുഴപ്പമല്ല. നമ്മുടെയെല്ലാം തലച്ചോറ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് എപ്പോഴും എളുപ്പമുള്ള വഴികൾ തേടാനും സുഖം കണ്ടെത്താനുമാണ്. നമ്മുടെ ബ്രെയിനിനെ എപ്പോഴും എളുപ്പത്തിൽ കിട്ടുന്ന സന്തോഷം ഭയങ്കര ഇഷ്ടമാണ്. പെട്ടെന്നൊരു സുഖം കിട്ടണം, അതിനുവേണ്ടി അധികം കഷ്ടപ്പെടാനൊന്നും വയ്യ. ഇതിനെയാണ് നമ്മൾ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇന്നത്തെ ടെക്നോളജി മുഴുവൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ നമ്മുടെ ഈ ഒരു ദൗർബല്യത്തെ മുതലെടുക്കാനാണ്. അവിടെയാണ് നമ്മുടെ ഫോൺ ഒരു വില്ലനായി വരുന്നത്. ഓരോ തവണ നമ്മൾ വെറുതെ സ്ക്രോൾ ചെയ്യുമ്പോഴും ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും നമ്മുടെ തലച്ചോറിന് ചെറിയ ചെറിയ സന്തോഷം കിട്ടിക്കൊണ്ടിരിക്കും. സത്യത്തിൽ ഇതൊരു തരം അഡിക്ഷൻ പോലെയാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റാതെ വരുന്നു. ഓക്കെ, അപ്പോൾ ഈ കെണിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? എങ്ങനെ നമുക്ക് ജീവിതത്തിന്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കാം? അതിന് വളരെ ശക്തമായ 3 വഴികളുണ്ട്. നമുക്ക് നോക്കാം. നമ്മളിൽ പലരും വിചാരിക്കുന്നത് വിൽ പവർ, അതായത് ഇച്ഛാശക്തിയുണ്ടെങ്കിൽ എന്തും നടക്കും എന്നാണ്. പക്ഷേ അതൊരു മൊബൈൽ ബാറ്ററി പോലെയാണ്. രാവിലെ ഫുൾ ചാർജ് ഉണ്ടാവും, പക്ഷേ ദിവസം കഴിയും തോറും അത് കുറഞ്ഞു വരും. അതുകൊണ്ട് അതിനെ മാത്രം ആശ്രയിച്ചിരുന്നാൽ നമ്മൾ പരാജയപ്പെടും. അപ്പോൾ അതിനു പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 3 സ്റ്റെപ്പുകളാണ് ഇത്. 1, നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് അനുകൂലമാക്കി മാറ്റുക. 2, നമ്മുടെ ചിന്താരീതി, അതായത് നമ്മുടെ ഐഡന്റിറ്റി തന്നെ മാറ്റുക. 3, കോമ്പൗണ്ടിങ്ങിന്റെ മാജിക് ഉപയോഗിക്കുക. എന്താണിതൊക്കെയെന്ന് നമുക്ക് വിശദമായി നോക്കാം. ഇതാണ് 2ാമത്തെ പോയിന്റ്. വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ഐഡിയ ആണിത്. എനിക്ക് ജിമ്മിൽ പോകണം എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാനൊരു അത്ലറ്റാണ് എന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു അത്ലറ്റ് ജിമ്മിൽ പോകണോ വേണ്ടയോ എന്ന് തർക്കിക്കാൻ നിൽക്കില്ല, കാരണം അതവരുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ്. അതുപോലെ എനിക്കൊരു പുസ്തകം എഴുതണം എന്ന് പറയുന്നതിന് പകരം ഞാനൊരു എഴുത്തുകാരനാണ് എന്ന് ചിന്തിക്കുമ്പോൾ എഴുത്ത് ഒരു ജോലിയല്ലാതായി മാറും, അത് നിങ്ങളുടെ സ്വഭാവമാകും. ഇനി 3ാമത്തെ കാര്യം, ഇത് ശരിക്കും മാജിക്കാണ്. ഒരു ദിവസം വെറും 1% 1% നിങ്ങൾ മെച്ചപ്പെട്ടാൽ 1 വർഷം കഴിയുമ്പോൾ നിങ്ങൾ 37 ഇരട്ടി മെച്ചപ്പെട്ടിട്ടുണ്ടാകും. ആലോചിച്ചു നോക്കൂ. ചെറിയ കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഭയങ്കരമായ വളർച്ചയാണിത്. ഇനി നമ്മൾ വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ്. ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും ഒരു തിരഞ്ഞെടുപ്പുണ്ട്. അതായത് 2 തരം വേദനകളിൽ ഒന്ന് നമ്മൾ സഹിച്ചേ പറ്റൂ. 1, അച്ചടക്കത്തിന്റെ വേദന. അത് താൽക്കാലികമാണ്. ഇന്ന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷേ അത് നാളെ നിങ്ങളെ ഒരു ശക്തനായ വ്യക്തിയാക്കും. മറ്റേത് ഖേദത്തിന്റെ വേദനയാണ്. അയ്യോ, അന്നങ്ങനെ ചെയ്യാമായിരുന്നല്ലോ എന്നോർത്തുള്ള ആ വേദന, അത് ജീവിതകാലം മുഴുവൻ നമ്മളെ വേട്ടയാടും. അപ്പോൾ ഏത് വേദനയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ തയ്യാറായിട്ടുള്ളത്? പലരും വിചാരിക്കുന്നത് അച്ചടക്കം ഒരു തടവറയാണെന്നാണ്. പക്ഷേ സത്യം നേരെ തിരിച്ചാണ്. സാമ്പത്തിക ഭദ്രത, നല്ല ആരോഗ്യം, മനസ്സമാധാനം, ഇതൊക്കെ കിട്ടണമെങ്കിൽ അച്ചടക്കം വേണം. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. കടങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, ആശങ്കകളിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ നമ്മൾ പ്രശ്നമെന്താണെന്ന് കണ്ടു, അതിനുള്ള വഴികളും കണ്ടു. ഇനി പന്ത് നിങ്ങളുടെ കോർട്ടിലാണ്, അധികാരം നിങ്ങളുടെ കൈകളിലാണ്. അച്ചടക്കമെന്ന് പറയുന്നത് ജന്മനാ കിട്ടുന്ന ഒന്നല്ല, അതൊരു സ്കില്ലാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വളർത്തിയെടുക്കേണ്ട ഒന്നാണ്. അതിന് ഒരുപാട് ആലോചിച്ച് സമയം കളയണ്ട. നിങ്ങൾ കുറേ നാളായിട്ട് മാറ്റിവെക്കുന്ന ഏതെങ്കിലും ഒരു ചെറിയ കാര്യം ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ തന്നെ പോയി ചെയ്യുക. അവിടെ തുടങ്ങാം നമുക്ക്.
അപ്പോൾ ചോദിക്കാനുള്ളത് ഇതാണ്, നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കണം? മറ്റെല്ലാവരെയും പോലെ ഒരു സാധാരണ ജീവിതം നയിച്ച് മരിക്കണോ, അതോ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ചരിത്രം സൃഷ്ടിക്കണോ? ആത്യന്തികമായി തീരുമാനം നിങ്ങളുടേതാണ്. ആത്മനിയന്ത്രണത്തിലേക്കുള്ള ഈ യാത്രയിൽ ഇന്ന് ഞങ്ങളോടൊപ്പം ചേർന്നതിന് ഒരുപാട് നന്ദി. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വിഷയങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത തവണ കാണുന്നതുവരെ അച്ചടക്കത്തോടെ മുന്നേറുക.